Hi all, welcome back to day 2 of PYQ Blitz 25 a day. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ആദ്യം കിടക്കാം. Who is proposed the idea of stored program computer? കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ആദ്യം തന്നെ വരുന്ന സിലബസിലെ കണ്ടന്റിൽ വരുന്ന ഒരു പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ആൻസറും അറിയാം, വിച്ച് ഇസ് ജോൺ വോൺ ന്യൂമാൻ. ഇദ്ദേഹമാണ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് തന്നെ. ഏത് വർഷമായിരുന്നു അത്? 1945. ഈ ആർക്കിടെക്ചറിനെ നമ്മൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നും പറഞ്ഞിട്ടാണ് പഠിക്കുന്നത് തന്നെ. ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും സെയിം മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മോഡേൺ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസിൻ്റെ എല്ലാം ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ഇത് മാറി. നമുക്ക് ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് സിംഗിൾ മെമ്മറി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡേറ്റ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, രണ്ടിനും സിംഗിൾ മെമ്മറിയാണ്. സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, ഈ ഒരു സൈക്കിള് അങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി യൂസ് ഓഫ് രജിസ്റ്റേഴ്സ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ALU യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദി വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് ഹി ഡിസൈൻ ദ അനലിറ്റിക്കൽ എഞ്ചിൻ. ഈ അനലിറ്റിക്കൽ എഞ്ചിനെയാണ് നമ്മൾ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രോഗ്രാംസ് ഒന്നും സ്റ്റോർ ചെയ്യാനൊന്നും യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ ഏതാണ്? എലൻ ട്യൂറിംഗ് എന്താണ്? ട്യൂറിംഗ് മെഷീനാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു തിയററ്റിക്കൽ കമ്പ്യൂട്ടിങ്ങിന് ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഇനി ഫൈനലി ബ്ലേസ് പാസ്കൽ. ആക്ച്വലി ഈ ചങ്ങാതിയാണ് പാസ്കലൈൻ ഇൻവെന്റ് ചെയ്തത്. ഇത് ഒരു ഏർലി മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ്. It does not contribute to stored program computing. So we can say that the right answer is option C, which is John von Neumann. Let's move to the next question. What is the use of run command in MS-DOS? ഒറ്റയടിക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും റീനെയിം, അല്ലേ? റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് MS-DOSൽ യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു മേ ബി ഒരു 6-7 years ബാക്ക് ഉണ്ടായിരുന്ന കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫയൽസോ അല്ലെങ്കിൽ ഡയറക്ടറീസോ ഒക്കെ റീനെയിം ചെയ്യുന്നതിനാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നതിനോ കോപ്പി ചെയ്യുന്നതിനോ ഇറേസ് ചെയ്യുന്നതിനോ ഒന്നും പറ്റില്ല. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ റൺ, അത് കഴിഞ്ഞിട്ട് ഓൾഡ് ഫയൽ നെയിം എന്താ വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ ന്യൂ ഫയൽ നെയിം എന്താ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. റണ്ണിന് പകരം റീനെയിം എന്ന് പറയുന്ന ഒരു കമാൻഡും MS-DOSൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓൾഡ് ഫയൽ നെയിം കൊടുക്കുന്നു, ദെൻ ന്യൂ ഫയൽ നെയിം കൊടുക്കുന്നു. ഈ റീനെയിം എന്ന് പറയുന്ന കമാൻഡും റൺ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡും MS-DOSനകത്ത് ഫയൽസോ ഡയറക്ടറീസോ റീനെയിം ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന കമാൻഡ്സ് ആണ്. ഇനി ഒരു എക്സാമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുവാണേ. REN file 1.txt, എനിക്ക് അതിൻ്റെ പേര് file 2.txt ആക്കിയിട്ട് മാറ്റണം. ഈ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫയൽ 1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫയൽ 2 എന്ന പേരിലേക്ക് മാറും. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിർച്വൽ മെമ്മറി ഈസ് ഡാഷ് ടെക്നിക് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിച്ച് ഇസ് ഓപ്ഷൻ ബി. ഈ വിർച്വൽ മെമ്മറി ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ടു എക്സ്റ്റെൻഡ് ദ അവൈലബിൾ റാം ബൈ യൂസിങ് പോർഷൻ ഓഫ് ദ ഹാർഡ് ഡിസ്ക് ഓർ SSD ആസ് അഡീഷണൽ മെമ്മറി. അതുവഴി എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്? We can run large applications or multiple programs simultaneously even if a physical RAM is insufficient. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഇത് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്ലാസ്സസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിർച്വൽ മെമ്മറി ഈസ് എ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ വിർച്വൽ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാവുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണേ. പേജിങ് എന്താ ചെയ്യുന്നത്? മെമ്മറീനെ
ഫിക്സഡ് സൈസ് ബ്ലോക്സ് അല്ലെങ്കിൽ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും ബിറ്റ്വീൻ റാം ആൻഡ് ഡിസ്ക് സ്റ്റോറേജ്. സ്വാപ്പിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്താണ്? ഇറ്റ് മൂവ്സ് ഇനാക്റ്റീവ് പ്രോസസ് ഫ്രം റാം ടു എ സ്വാപ്പ് ഫയൽ ഓർ നമുക്കിത് പറയാം പേജ് ഫയൽ. ഇത് എവിടെയായിരിക്കും ബിലോങ് ചെയ്യുന്നുണ്ടായിരിക്കാം? നമ്മുടെ ഡിസ്കിലായിരിക്കും. അങ്ങനെ നമ്മുടെ മെമ്മറീനെ ഫ്രീ അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ബേസിക്കലി ഈ വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് കോൺസെപ്റ്റ്സ് വഴിയാണ്, പേജിങ്ങും സ്വാപ്പിങ്ങും വഴി. റിമൈനിങ് ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പ്രോസസ് മാനേജ്മെൻറ്റ് കേസിൽ ഇറ്റ് ഡീൽസ് വിത്ത് ഷെഡ്യൂളിംഗ്, അതുപോലെ തന്നെ എക്സിക്യൂഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് പ്രോസസ്. പിന്നെ ഫയൽ മാനേജ്മെൻറ്റിലാണെങ്കിലോ ഫയൽ സ്റ്റോറേജ്, റിട്രീവൽ, പെർമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതും ആൻസർ അല്ല. ദെൻ IO മാനേജ്മെൻറ്റ്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, നമുക്ക് പറയാം എന്ത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ലൈക്ക് ഡിസ്ക്, കീബോർഡ്, പ്രിൻറ്റർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് IO മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മെമ്മറി മാനേജ്മെൻറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ വെച്ചിട്ട് നോക്കുമ്പോൾ റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് വിൻഡോസ് 10 ആണ്. ഈ വിൻഡോസ് 10 ആക്ച്വലി 2015 മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്തത്. വിൻഡോസ് 8.1 ഒരു സക്സസർ ആണ്. ഈ 10 ഇതിനകത്ത് കോർട്ടാന, വിർച്വൽ ഡെസ്ക്ടോപ്സ്, എഡ്ജ് ബ്രൗസർ, അതുപോലെ തന്നെ സ്റ്റാർട്ട് മെനുവിൻ്റെ റീഡിസൈൻ, അതെല്ലാം ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫീച്ചേഴ്സ് ആണ്. ഈ പറയുന്ന വിൻഡോസ് 10 ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. വിൻഡോസ് 8 എന്ന് പറയുമ്പോൾ ഇത് 2012 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 8 ലേറ്റർ വിൻഡോസ് 8.1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ദെൻ വിൻഡോസ് 10 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. വിൻഡോസ് 9 എന്ന് പറയുന്നത് ആക്ച്വലി മൈക്രോസോഫ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ്. ഈ 9 റിലീസ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് 8 ശേഷം 8.1 ദെൻ 10 മൈക്രോസോഫ്റ്റ് പോയത്. ഇനി വിൻഡോസ് വിസ്റ്റ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2007. ഈ വിൻഡോസ് വിസ്റ്റ ലേറ്റർ എന്ത് ചെയ്തു വെച്ചാൽ വിൻഡോസ് 7 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. വിൻഡോസ് 7 റിലീസ് ചെയ്തത് 2009 ഓക്കെ. ഇനി ആസ് ഓഫ് 2024 ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത് വിൻഡോസ് 11 ആണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ നന്നായിരിക്കും. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്കമിങ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് OS. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നഗറ്റ് ആണ് ആൻസർ വരുന്നത്, വിച്ച് ഇസ് ഓപ്ഷൻ സി. ആൻഡ്രോയിഡ് നഗറ്റ് എന്ന് പറയുമ്പോൾ വേർഷൻ നമ്പർ 7.0. ആൻഡ്രോയിഡ് മാർഷ്മെല്ലോ ഉണ്ടല്ലോ, അതായത് വേർഷൻ നമ്പർ 6.0 സക്സസർ ആണ്. അതുപോലെ തന്നെ ഒഫീഷ്യലി ഇത് റിലീസ് ചെയ്തത് ഒരു ഓഗസ്റ്റ് 2016. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ ഇപ്പോൾ മനസ്സിലാവുണ്ടാവും, നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്താ പറയുക 2016 ശേഷം വന്നിട്ടുള്ള ഏതോ ഒരു എക്സാമിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നഗറ്റിനകത്ത് വന്നിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് സ്ക്രീൻ, മൾട്ടി ടാസ്കിങ്, നോട്ടിഫിക്കേഷൻസ് അത് ഇംപ്രൂവ് ചെയ്യുക, ബെറ്റർ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ, ഫോർ എക്സാമ്പിൾ ഡോസ് മോഡ് 2.0, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പറയുന്ന നഗറ്റ് എന്ന് പറയുന്ന വേർഷനിലാണ്, വിച്ച് ഇസ് ആൻഡ്രോയിഡ് വേർഷൻ നമ്പർ 7.0. ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് നോക്കി നോക്കാം. ഈ കിറ്റ്കാറ്റ് എന്ന് പറയുന്നതിൻ്റെ വേർഷൻ നമ്പർ 4.4 ആണ്. 2013 ഒക്ടോബറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ലോലിപോപ്പ് ആണ്. ഇതിനകത്തുള്ള ഓപ്ഷൻസിൻ്റെ ഒരു ഓർഡറിലാണ് ഞാനിത് പറയുന്നത്. ഇതിനകത്ത് 5.0 to 5.1.1 വരെയും അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2014 നവംബറിലാണ്. ദെൻ മാർഷ്മെല്ലോ, എന്ത് പെട്ടെന്നല്ലേ സമയം പോകുന്നത്, ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മാർഷ്മെല്ലോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ 2015. അതെന്ന് പറയുന്നത് 6.0 to 6.0.1 വരെ അവർ അപ്ഗ്രേഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ 2015 വരെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 2016 നമ്മൾ പറഞ്ഞ പോലെ നഗറ്റ് റിലീസ് ചെയ്തു. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ ടുഡേ എന്ന് പറയുന്നത് ഏതാണ്? ആൻഡ്രോയിഡ് 15 എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്തോന്നാ പറയുക? അതിന് ഓൾട്ടർനേറ്റീവ് നെയിം എന്ന് വാനില ഐസ്ക്രീം. ഓക്കെ,
ഇത് റിലീസ് ചെയ്തത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 3 2024. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. ആൻഡ്രോയിഡ് 15 ആണ് കറൻ്റ്ലി ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. വനില ഐസ്ക്രീം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഈവൻ എക്സാംസിൽ മാത്രമല്ല ഇൻ്റർവ്യൂസിലും ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്രോസോഫ്റ്റ്സ് ന്യൂ വെബ് ബ്രൗസർ. വെരി ഈസി ക്വസ്റ്റ്യൻ. എഡ്ജ്. ഇത് പല പേപ്പറുകളിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ അടുത്ത കാലത്ത് വരെ ചില പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോ എഡ്ജ് എന്ന് പറയുന്നതാണ് മൈക്രോസോഫ്റ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെബ് ബ്രൗസർ. അത് നമ്മുടെ പഴയ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിനെ റീപ്ലേസ് ചെയ്തു. ഇനീഷ്യലി ഇത് 2015 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഡോസ് 10 2015 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ എഡ്ജും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ 2020 ആയപ്പോൾ ക്രോമിയം എൻജിൻ യൂസ് ചെയ്തിട്ട് ഇതിനെ റീബിൽഡ് ചെയ്യുകയുണ്ടായി. ഓക്കെ, എഡ്ജ് ഇപ്പോൾ കറൻ്റ്ലി വിൻഡോസ് 10 വിൻഡോസ് 11 ഡിഫോൾട്ട് ബ്രൗസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി തന്നിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് നോക്കൂ. സ്പാർട്ടൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെബ് ബ്രൗസർ അല്ല. ഇറ്റ് വാസ് ദ കോഡ് നെയിം ഫോർ ദ പ്രോജക്റ്റ് that led to the development of Microsoft Edge. Next option, Internet Explorer 10, IE10. ഇതൊരു ഓൾഡർ ബ്രൗസർ ആണ്. ഇത് 2012 റിലീസ് ചെയ്തിട്ടുള്ളത് വിത്ത് വിൻഡോസ് 8. ഇനി കോർട്ടാന എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ AI പവേർഡ് വിർച്വൽ അസിസ്റ്റൻ്റ് ആണ്. ഇതൊരു വെബ് ബ്രൗസർ അല്ല. ഓക്കെ, so the right answer is option B, Edge. Let's move to the next question. Object-oriented programming follows which approach? Top-down, bottom-up, procedural, none of the above. ഇതും റീസെൻ്റ്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ഫോളോയിങ് ബോട്ടം അപ്പ് അപ്രോച്ച് ആൻഡ് പ്രൊസീജിയറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ഫോളോയിങ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്മോളർ ആയിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള കോമ്പണൻസ് ലൈക്ക് ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസസ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് തന്നെ. ഈ അപ്രോച്ച് ഒബ്ജക്ട്സിനെയാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, ഡേറ്റ, അതുപോലെ തന്നെ ബിഹേവിയേഴ്സ്, അതായത് മെത്തേഡ്സ്, അതാണ് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം പരസ്പരം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഊപ്സിന് എക്സാമ്പിൾസ് നമുക്ക് അറിയുന്ന കാര്യമാണ്. C++, പിന്നെ ജാവ, പിന്നെ പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെ കാര്യം നോക്കാം. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലൈക്ക് സി, എക്സാമ്പിൾ സി ആണ് ഈ ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ പ്രൊസീജിയറൽ. where design starts from high level functions and breaks down into smaller sub functions. Now next question, procedural programming എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സി, പാസ്കലും, ഓക്കെ, ഇതെല്ലാം ആക്ച്വലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത് ഫങ്ഷൻസിനകത്ത്, അല്ലാതെ ഒബ്ജക്ട്സ് അല്ല യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ പ്രൊസീജിയറൽ എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഓക്കെ, സോ ദീസ് ടു കോമൺലി എന്താ പറയുക, ഇൻ എ വേ സിമിലർ ആണ്. ഓക്കെ, നൺ ഓഫ് ദ അബവ്, വേറെ ഓപ്ഷൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവരിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ls command at Linux terminal is used for. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലിനക്സ് കമാൻഡ്സ് പഠിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പഠിക്കുന്ന കമാൻഡ് ls ആണ്. ls എന്താ ചെയ്യുന്നത്, ലിസ്റ്റ് ഫയൽസ് അല്ലേ. ls command in Linux or Unix is used to display the files and directories in the current directory. ഇത് നമ്മളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു ഫോൾഡറിനകത്ത് ഉള്ള പിന്നെ കണ്ടൻസിനെ ഡീറ്റെയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ സമറൈസ്ഡ് ആയിട്ടോ ഒക്കെ നമുക്ക് കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ടുള്ള വേരിയസ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ബേസിക് ലിസ്റ്റിംഗ് ആണെങ്കിൽ ജസ്റ്റ് ls കൊടുത്താൽ മതി നമുക്ക്. അതായത് ഒരു കറണ്ട് ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയൽസും ഡയറക്ടറീസും ലിസ്റ്റ് ചെയ്ത് തരും. ഇനിയിപ്പോൾ ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് വേണമെങ്കിൽ ls-l എന്ന് കൊടുക്കണം നമ്മൾ. അത് ഫയൽ പെർമിഷൻസും ഓണർ ആരാണെന്നുള്ളതും സൈസും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ടൈമും ഒക്കെ കാണിച്ചു തരും നമുക്ക്. ഇനി ഹിഡൻ ഫയൽസ് കാണണമെങ്കിൽ ls-a എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതുവഴി നമുക്ക് ഹിഡൻ ഫയൽസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. ഈ ഹിഡൻ ഫയൽസ് എല്ലാം നെയിം എന്ന് പറയുന്നത്
സ്റ്റാർട്ടിങ് വിത്ത് ഡോട്ട് ആയിരിക്കും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ls കമാൻഡ് ഫയൽസ് സെൻഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. അത് തെറ്റാണ് അല്ലേ? ഈ കമാൻഡ് ഫയൽസ് സെൻഡ് ചെയ്യൊന്നുമില്ല, ഫയൽസിനെ ലിസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ കമാൻഡ്സ് ലൈക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം SCP, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുക rsync. ഇതൊക്കെയാണ് ഫയൽസ് ഒരു നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത്. ഇനി ഫയൽസ് കോപ്പി ചെയ്യാനായിട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് യൂസിങ് ls. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? CP എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് ഫയൽസ് ആണെങ്കിലോ ls അതിനല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ rm എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. So let's move to the next question, in which while loop in CPP is dash loop. Answer entry controlled loop. ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് വൈൽ ലൂപ്പിനകത്ത് എന്ത് ചെയ്യുന്നത്, ഉള്ളിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എൻട്രിയിൽ കൊടുത്തിരിക്കുന്ന വയലിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ പിന്നെ ആ ഒരു എൻറ്റയർ ബ്ലോക്ക് എക്സിക്യൂഷൻ ചെയ്യാതെ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് ജമ്പ് ചെയ്യും. കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ ലൂപ്പ് ബോഡി. ഇനിയിപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ ദ ലൂപ്പ് റൺസ്. പിന്നെ അതിൻ്റെ സിൻടാക്സ് ഒന്നും ഞാനിവിടെ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ ആക്ച്വലി പ്രോഗ്രാമിംഗ് ഇൻ സിൻ്റെ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സി പ്രോഗ്രാമിലാണ് ഞാൻ ഇത് എഴുതുന്നത് കേട്ടോ. ഇൻറ്റ് i ഈസ് ഈക്വൽ ടു 1 ഒരു ഇനീഷ്യലൈസേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ. ദെൻ ഞാൻ പറയുവാണ് വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5 വേണ്ട, എനിക്ക് 3 മതി. എനിക്ക് കുറേ സമയം ഐട്രേറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, 3. ലൂപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, പ്രിൻ്റ് എഫ് കൊടുത്തിരിക്കുകയാണ്. %d %i. ദെൻ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ പ്രിൻറ്റ് 1 2 3. ഇത് 4 ആവുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഈ ഒരു എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ഫോൾസ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, ഫർദർ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ വൈൽ ലൂപ്പ് കഴിഞ്ഞിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഉള്ളത് ആ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ലെറ്റ്സ് ചെക്ക് ദ റിമൈനിങ് ഓപ്ഷൻസ്. ഓക്കെ, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്സ് ആണെങ്കിൽ എങ്ങനെയാ, ഇറ്റ് എക്സിക്യൂട്ട്സ് അറ്റ്ലീസ്റ്റ് വൺസ് ബിഫോർ ചെക്കിംഗ് ദ കണ്ടീഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിൾ ഏതാണ്, ഡു വൈൽ അല്ലേ. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും എന്ത് സംഭവിക്കും, അതിനകത്തുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. എക്സിറ്റിലാണ് വൈൽ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. പിന്നെ ബോത്ത് എ ആൻഡ് ബി ഇറ്റ്സ് നോട്ട് കറക്റ്റ്. അവർക്ക് ഓപ്ഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു 4th ഓപ്ഷൻ ആയിട്ട് നൺ ഓഫ് ദ എബവ് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ASCII കോഡ്? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിബിളിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത നേരത്തായിരുന്നു. നിബിൾ, ബൈറ്റ്, ദെൻ 2 bits, ഡൈ ബിറ്റ്, അതെല്ലാം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ASCII കോഡ് എൻകോഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ASCIIൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ക്യാരക്ടർ എൻകോഡിങ് സ്കീമാണ്. അത് 7 bits ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാംസിലും സ്റ്റേറ്റ്മെന്റ് ലെവൽ ആയിട്ടും അല്ലാതെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഡോണ്ട് ഇഗ്നോർ ദിസ് ഈസ് ഓഫ് ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യാരക്ടേഴ്സ് റിപ്രസെന്റ് ചെയ്യാനായിട്ട് 7 bits ആണ് യൂസ് ചെയ്യുന്നത്. 128 ക്യാരക്ടേഴ്സ് ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് 7 bits എന്ന് അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ 2⁻7 അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ 128 എന്നുള്ളത്. 2⁻7 ക്യാരക്ടേഴ്സ് എനിക്കിത് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z ആൻഡ് സ്മോൾ ലെറ്റർ A to Z. ഓക്കെ, ഇനി ഡിജിറ്റ്സ് 0 to 9. ഓക്കെ, ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് എക്സ്ക്ലമേഷൻ മാർക്ക്, @ ഹാഷ് എക്സെട്ര. അതുപോലെ തന്നെ കൺട്രോൾ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ലൈക്ക് ന്യൂ ലൈൻ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ടാബ് കൊടുക്കുന്നത്, അതൊക്കെ കൺട്രോൾ ക്യാരക്ടേഴ്സ് ആണ്. അതും ASCII കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വൺ മോർ തിങ്, സാധാരണ ASCII 7 bits യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എക്സ്റ്റെൻഡഡ് ASCII ആണെങ്കിൽ 8 bits വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ASCII
നിങ്ങൾ നോക്കിക്കേ 8 ബിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ 2 പവർ 8 ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? 2 പവർ 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 256 അല്ലേ? 256 by including additional symbols and few foreign language characters. Now let's check the remaining options. So the second one is 8-bit. 8-bit കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. 8-bit extended ASCII ആണെങ്കിൽ ഓക്കെ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ഇവർ ചോദിച്ചിട്ടുണ്ട് സൈസ് ഓഫ് ASCII കോഡ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് ASCII കോഡ് അല്ല ചോദിച്ചിട്ടുള്ളത്. കൺഫ്യൂസ്ഡ് ആവാതെ നോക്കിക്കോളൂ കേട്ടോ എക്സാമിൻ്റെ സമയത്ത്. തേർഡ് ഓപ്ഷൻ എന്താണ് കൊടുത്തിട്ടുള്ളത്? 12-bit. 12 ബിറ്റ്സ് അല്ല ASCII യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ 12-bit യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, യൂണീക്ക് കോഡ്. അതായത് UTF-16ഉം UTF-32ഉം സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ബൈറ്റ് എൻകോഡിങ്. ഇനി നെക്സ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് 16-bit അല്ലേ? യൂണീക്ക് കോഡ് UTF-16 യൂസസ് 16-bit എൻകോഡിങ്, നോട്ട് ASCII. I think this is clear. So let's move to the next question. What is the use of new operator in CPP? Memory allocation വേണ്ടിയിട്ടാണ്. So the right answer is option C, memory allocation operator. എന്താണ് ശരിക്കും നടക്കുന്നത്? ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാണ്. എവിടെ? ഹീപ്പിൽ. എന്നിട്ട് എന്ത് ചെയ്യും? ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ ഒരു പോയിന്റർ റിട്ടേൺ ചെയ്യും. അതാണ് ആക്ച്വലി നടക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാവേ. അതായത് ഇൻറ്റ് star pointer is equal to new int. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ലൈനിൽ വെച്ചിട്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇൻറ്റിജറിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈ സ്റ്റാർ പോയിന്റർ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇൻറ്റിജർ പോയിന്റർ ആണ്. സോ ഇൻറ്റിജറിന്റെ സൈസിലുള്ള ഒരു മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സ്റ്റാർ പോയിന്റർ എന്ന് പറയുമ്പോൾ എവിടെയാണോ എനിക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് സ്റ്റാർ പോയിന്റർ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുക. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു സം വാല്യൂ. ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കണം ആ വാല്യൂ എന്നും മാത്രം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലേക്ക് നമ്മളൊരു വാല്യൂ, അതായത് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ സി ഔട്ട് ചെയ്യാണിത്. ഇത് CPP-യിലാണ് എഴുതിയിട്ടുള്ളത്. CPP-യിൽ സി ഔട്ട് ആണ് പ്രിന്റ് എഫിന് പകരം. സിയിൽ പ്രിന്റ് എഫ് യൂസ് ചെയ്യുന്നതിന് പകരം സി ഔട്ട് ആണ് യൂസ് ചെയ്യുന്നത്. സി ഔട്ട് സ്റ്റാർ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പോയിന്റർ വേരിയബിളിനകത്തുള്ള കണ്ടന്റ് അത് ഈ സ്റ്റെപ്പിലാണല്ലോ, സെക്കൻഡ് സ്റ്റെപ്പിലാണല്ലോ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ കണ്ടന്റ് അങ്ങ് എനിക്ക് പ്രിന്റ് ചെയ്ത് തരും ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇത് തേർഡ് സ്റ്റെപ്പ് 1 2 3 ഈ തേർഡ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ഔട്ട്പുട്ട് ചെയ്ത് തരും. എനിക്ക് വേണമെങ്കിൽ ഈ മെമ്മറി റിലീസ് ചെയ്യാം. ന്യൂ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഞാനൊരു മെമ്മറി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻറ്റിജറിന് വേണ്ടിയിട്ട്. അത് ഞാൻ റിലീസ് ചെയ്തില്ല എങ്കിൽ അത് പിന്നീട് വേറെ റിലീസ് ചെയ്യാത്തിടത്തോളം സമയം അത് അലോക്കേറ്റഡ് ആയിട്ട് തന്നെ കിടക്കും. സോ ഐ നീഡ് ടു യൂസ് ദ കീവേഡ് ഡിലീറ്റ് വേരിയബിൾ നെയിം കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പായിട്ട് ഡിലീറ്റ് പോയിന്റർ. അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിലീസസ് മെമ്മറി യൂസിങ് ദ കീവേഡ് ഡിലീറ്റ്. ശരിക്കും പറയുവാണെങ്കിൽ ഈ ന്യൂ കീവേഡ് എന്ന് പറയുന്നത്, ഈ ന്യൂ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് commonly used with objects and arrays in dynamic memory allocation. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ മെമ്മറി റിലീസ് ഓപ്പറേറ്റർ ആണ് എന്നാണ് പറയുന്നത്. ഏത്? ന്യൂ ഓപ്പറേറ്റർ. മെമ്മറി റിലീസ് ചെയ്യണമെങ്കിൽ ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു, ഡിലീറ്റ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രൂ അല്ല. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നതോ ലൈൻ ഫീഡ് ഓപ്പറേറ്റർ. ലൈൻ ഫീഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്ലാഷൻ ഉണ്ടല്ലോ, അതായത് ന്യൂ ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്, അതിനെയാണ് ആക്ച്വലി ലൈൻ ഫീഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി അല്ല ആൻസർ. ഇനി ഫീൽഡ് വിഡ്ത്ത് ഓപ്പറേറ്റർ ഉണ്ട്. അതായത് സെറ്റ് W എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സെറ്റ് W ഓപ്പറേറ്റർ, അതായത് ഫീൽഡ് വിഡ്ത്ത് ഓപ്പറേറ്റർ. ഓക്കെ, അല്ലാതെ മെമ്മറി അലോക്കേഷനോ കാര്യങ്ങൾക്കോ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫീൽഡ് വിഡ്ത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
What is the use of constructor in CPP? ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ പറയാം, to initialize objects, which is option A. പിന്നെ ബാക്കി ഓപ്ഷൻസ് എന്താണ് തന്നിട്ടുള്ളത്? To terminate objects, to modify objects, to delete objects. Okay, of course not these three. Okay, the first one is the right answer. Constructor എന്താണ് ആക്ച്വലി? CPPക്ക് അകത്തെ constructor object oriented programming and play ലിസ്റ്റിൽ നമ്മളത് കൺസ്ട്രക്ടർ എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് CPP അല്ല ജാവ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ കൺസ്ട്രക്ടർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ. അതെന്താണ് ചെയ്യുക? ഓട്ടോമാറ്റിക്കലി ഇൻവോക്ഡ് ആവും എപ്പോൾ? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ. ഇതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ ടു ഇനീഷ്യലൈസ് ഒബ്ജക്ട്സ് ആണ്. ബൈ ഡിഫോൾട്ട് കോൾ ചെയ്യപ്പെടുക ഇപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് വാല്യൂസ് വെച്ചിട്ടാണ് ഈ പറയുന്ന ഒബ്ജക്ട്സ് ഇനീഷ്യലൈസ് ചെയ്യുക? ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ്. ഇൻ കേസ് യൂസർ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂസർ ഡിഫൈൻഡ് വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഇനീഷ്യലൈസേഷൻ നടക്കുക. ഇൻ കേസ് ഒരു ഒറ്റ വാല്യൂ യൂസർ ഇൻപുട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഡിഫോൾട്ട് വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഇനീഷ്യലൈസേഷൻ നടക്കുക. ഈ കൺസ്ട്രക്ടറിന്റെ നെയിം എന്ന് പറയുന്നത് it will be same as the class name. അതുപോലെ തന്നെ കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് കാണില്ല. നോട്ട് ഈവൻ void. നമ്മൾ എന്താ റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത സമയത്ത് void എന്ന കീവേഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ ഫംഗ്ഷൻസിന്റെ കേസിൽ. കൺസ്ട്രക്ടർ ആക്ച്വലി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. void എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ് പോലും അതിനകത്ത് യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ഡ് ആവും. ഇപ്പം നമ്മൾ യൂസ് ഓഫ് കൺസ്ട്രക്ടർ ഇൻ CPP അല്ലേ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ടു ടെർമിനേറ്റ് ഒബ്ജക്ട്സ്. കൺസ്ട്രക്ടർ അല്ല അതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ട്രക്ടർ. CPPക്ക് അകത്ത് ഡിസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിസ്ട്രക്ടർ ഓഫ് ഒരു ടിൽഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് നെയിം ഏതാണോ അതങ്ങ് വിളിക്കും, ഇൻവോക്ക് ചെയ്യും. അതാണ് അതിൻ്റെ പിന്നെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ട്രക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടു മോഡിഫൈ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് മോഡിഫൈ ചെയ്യുന്നതിന് മെമ്പർ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ടർ അല്ല. സോ ഓപ്ഷൻ സി ഈസ് റോങ്. ഓക്കെ, നൗ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ടു ഡിലീറ്റ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ഡിലീറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട്, അതായത് ഡൈനാമിക് മെമ്മറി റിലീസിന് വേണ്ടിയിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ആ ഓപ്പറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ചെക്ക് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ISCII കോഡ്? ഇത് വേറൊന്നുമല്ല, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് പോലെ തന്നെയുള്ള വേറൊരു കോഡാണ് ഈ പറയുന്ന ISCII കോഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതെന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ്. ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദേവനാഗിരി ലിപി, അതുപോലെ തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ബംഗാളി, ഗുജറാത്തി, പഞ്ചാബി ആൻഡ് ഒറിയ, അങ്ങനെയുള്ള ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ISCII കോഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്. സോ 2⁸ എന്ന് പറയുമ്പോൾ 256 അല്ലേ? അത്രയും ക്യാരക്ടേഴ്സ് 8-ബിറ്റ് എൻകോഡിങ് പോസിബിൾ ആണ്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി BIS ആണ്. BIS എന്താ? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അതും 1988 ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യൻ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ISCII കോഡ് എന്ന് പറയുമ്പോൾ യൂസസ് 8-ബിറ്റ് എൻകോഡിംഗ്, അതായത് 256 ക്യാരക്ടേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സ്ക്രിപ്റ്റ് അലോങ് വിത്ത് ASCII ക്യാരക്ടേഴ്സ്, അതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ മെയിൻറ്റെയിൻസ് കോമ്പാറ്റബിലിറ്റി വിത്ത് ASCII, അതായത് ഫസ്റ്റ് 128 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ASCII ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും. റിമൈനിങ് ആണ് ഈ പറയുന്ന ഇന്ത്യൻ സ്ക്രിപ്റ്റ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി റിമൈനിങ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 7-ബിറ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ASCIIക്കകത്ത്. നെക്സ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് 16-ബിറ്റ്. 16-ബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു യൂണിക്കോഡ്, അതായത് UTF-16. 16-ബിറ്റ് എൻകോഡിംഗ് ആണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഏതാ? 32-ബിറ്റ് അല്ലേ? അതായത് UTF-32. 32-ബിറ്റ് എൻകോഡിംഗ് സിസ്റ്റം യൂസ്ഡ് ഫോർ
എ വാസ്റ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. പക്ഷെ ISCII കോഡിനെ സംബന്ധിച്ചിടത്തോളം സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 8-bit എൻകോഡിംഗ് ആണ്. ഒരു കാര്യം മറക്കരുത്, എക്സ്റ്റെൻഡഡ് ASCIIയും 8 bits ആണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് A and class B are inherited by class C. Then what type of inheritance it is? Very simple, multiple inheritance. ഇൻഹെറിറ്റൻസ് നമ്മൾ ഊപ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ഒരു സിംഗിൾ ക്ലാസ്, ഇവിടുത്തെ കേസിൽ ക്ലാസ് C എന്ന് പറയുന്നത് ഇറ്റ് ഇൻഹെറിറ്റ്സ് ഫ്രം മോർ ദാൻ 1 ബേസ് ക്ലാസ്സസ്. ഹിയർ ക്ലാസ് A ആൻഡ് ക്ലാസ് B. ബാക്കിയുള്ള ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ എന്താണ്? 1 ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും, ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ അതാണോ? അല്ല. ഇനി മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരിക്കുക, വേറൊരു ഡിറൈവ്ഡ് ക്ലാസ് എന്നായിരിക്കും. ആ കേസിനെയാണ് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസ് ആണ്, അതിനെ B ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഈ Bയെ C ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ A ഇൻഹെറിറ്റ്സ് B എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ A ആൻഡ് B ബോത്ത് ആർ ഇൻഹെറിറ്റഡ് ബൈ ക്ലാസ് C. ഹൈറാർക്കിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് മീൻസ് മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഇൻഹെറിറ്റ് ഫ്രം എ സിംഗിൾ ബേസ് ക്ലാസ്. അതായത് A എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിനെ സേ ബിയും സിയും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇതൊരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണെന്ന് പറയാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടെസ്റ്റിംഗ്? ഫൈൻഡിങ് എറേഴ്സ് ട്രൂ ആണ്. കറക്റ്റിംഗ് എറേഴ്സ്, ദാറ്റ്സ് നോട്ട് ടെസ്റ്റിംഗ്. ഫൈൻഡിങ് എഫിഷ്യൻസി, അതും ട്രൂ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ ഡി, ബോത്ത് A ആൻഡ് C. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഫങ്ഷൻസ് കറക്റ്റ്ലി, efficiently and meets the specified requirements. Primarily it focuses on നമുക്ക് എന്താ പറയുക, ഫൈൻഡിങ് എറേഴ്സ്. ഫൈൻഡിങ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ബഗ്സ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയറിനകത്തുള്ള ബഗ്സ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എഫിഷ്യൻസി ഫൈൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിൻ്റെ പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ഫങ്ഷണൽ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താണ് ചെയ്യുന്നത് ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ. പെർഫോമൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഈ പറയുന്ന ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സ്പീഡ്, സ്കെയിലബിലിറ്റി, അതുപോലെ തന്നെ എഫിഷ്യൻസി, അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ നെയിമിൽ പറയുന്ന പോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പണൻസ് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെസ്റ്റിംഗ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. എങ്ങനെയാണ് മൊഡ്യൂൾസ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നത് ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റിംഗ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുണ്ട്. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ പ്ലേലിസ്റ്റിൽ അധികം താമസിയാതെ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. getch ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ conio.h അല്ലേ വരിക? iostream.h അല്ല, iomanic.h അല്ല, stdio.h അല്ല, conio.h. conio.h ആ ഹെഡർ ഫയലിലാണ് getch ഫംഗ്ഷൻ വരുന്നത്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ക്യാപ്ചേഴ്സ് എ സിംഗിൾ ക്യാരക്ടർ ഇൻപുട്ട് ഫ്രം ദ കീബോർഡ് വിത്തൗട്ട് എക്കോയിങ് ഇറ്റ് ടു ദ സ്ക്രീൻ. സ്ക്രീനിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു കീ പ്രസ് ആണ് ആ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു നോൺ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആണ്. ഏതിനകത്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഏത് ഹെഡർ ഫയലിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? conio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ. ഈ conio.h എന്ന് പറഞ്ഞാൽ കൺസോൾ CON കിട്ടുമോ? കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ എന്നാണ് ആക്ച്വലി മീനിങ്. ഓക്കെ, കൺസോൾ അതാണ് CON, പിന്നെ IO കണ്ടു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ .h. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി conio.h യൂസ് ചെയ്യുന്നത് ടർബോ CPPയിലാണ്. നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടർബോ CPPയിലും അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ബോർലാൻഡ് കമ്പൈലേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പിന്നെ ഈ നോൺ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് getch. ഓക്കെ, ഇതിനകത്ത് എൻ്റെ കീ തന്നെ പ്രസ് ചെയ്തു കൊള്ളണമെന്നില്ല. പാസ്വേഡ് ഇൻപുട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മെനു ഡ്രിവൺ പ്രോഗ്രാംസിലൊക്കെ ഈ getch നമുക്ക് വേണമെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ട്
യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ഹെഡ് ഓഫ് ഫയൽസ് ഒന്ന് നോക്കി നോക്കുക. നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള IOStream.h പറഞ്ഞിട്ടുണ്ട്. അതായത് IOStream.h നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, അതായത് CIN Cout, അതാണ് CPPക്ക് അകത്തുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ്സ്. ഈ IOStream.h-നകത്ത് എന്തായാലും പിന്നെ ഈ പറഞ്ഞ getch ഇല്ല. ഇനി അടുത്തത് ഏതാ? IOManic.h. ഇത് ഫോർമാറ്റിംഗ് ഔട്ട്പുട്ട്, അതായത് ZW നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫീൽഡ് വിഡ്ത്ത് ഓപ്പറേറ്റർ, നമ്മൾ നേരത്തെ കണ്ട ഫീൽഡ് വിഡ്ത്ത് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ പ്രിസിഷൻ സെറ്റ് ചെയ്യുക, സെറ്റ് പ്രിസിഷൻ, അങ്ങനെയുള്ള ഫോർമാറ്റിംഗ് ഔട്ട്പുട്ട്സിന് വേണ്ടിയിട്ടാണ് ഈ IOManic.h യൂസ് ചെയ്യുന്നത്. ഇനി ഫൈനലി stdio.h. ഇത് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഗെറ്റ്, ക്യാർ, സ്കാൻഎഫ്, പ്രിന്റ്എഫ് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന stdio.h-ലാണ്. Now let's move to the next question. Documentation in programming helps for readability. ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അണ്ടർസ്റ്റാൻഡബിൾ, ഓക്കെ, അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈസിലി മോഡിഫയബിൾ, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ ഓഫ് ദ എബവ് ആണ് ഇതിലത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാമിങ്ങിനകത്തെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ കമൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ യൂസർ ഗൈഡ്സ് ആവാം, ഇൻലൈൻ എക്സ്പ്ലനേഷൻസ് ആവാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷനും ആവാം. അതായത് പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അതുവഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നല്ല ഡോക്യുമെന്റേഷൻ പലതരത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. റീഡബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതുപോലെ തന്നെ ഈസിലി മോഡിഫയബിൾ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യും നല്ല ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേറ്റസ്റ്റ് മൈക്രോ പ്രൊസസർ ഫ്രം ഇന്റൽ. ഇപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ Intel Core i7, which is option A, is the latest microprocessor from Intel. It's part of Intel's Core series of processors, which succeeded Core 2 Duo and Core 2 Quad processors. Other high performance, hyper threading capabilities, multi-core architecture ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീരീസിനകത്ത്, ഇത് Core i7 സീരീസിനകത്ത് ഒരുപാട് ജനറേഷൻസ് വരുന്നുണ്ട്. ആക്ച്വലി ഓരോ ജനറേഷനും ഇവർ സ്പെസിഫിക് ആയിട്ടുള്ള നെയിം കൊടുക്കുന്നുണ്ട്. i7 റിലീസ് ചെയ്തിട്ടുള്ളത് 2008-ലാണ്. സ്റ്റിൽ 2008-ലാണ് ഫസ്റ്റ് റിലീസ് ചെയ്തതെങ്കിലും ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ന്യൂവർ ജനറേഷൻസ്. ഇവിടെ തന്നിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് നോക്കൂ. ഇന്റലിന്റെ Core 2 Duo അല്ലെങ്കിൽ Core 2 Quad കണ്ടു. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2006-ന് മുന്നേ ആണ് ഇത് രണ്ടും റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് ഔട്ട്ഡേറ്റഡ് ആണ് പുതിയ ആർക്കിടെക്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താ? ക്വാഡ് കോർ ആണ് വരുന്നത്. ക്വാഡ് കോർ പ്രൊസസ്സേഴ്സിന്റെ ഒരു ജനറൽ ടെർമിനോളജി ആയിട്ട് നമുക്ക് പറയാം, അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോഡൽ നെയിം അല്ല ഈ ക്വാഡ് കോർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മോഡൽ നെയിംസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ Intel Core i7 തന്നെയാണ് ലേറ്റസ്റ്റ് ഇന്റൽ മൈക്രോ പ്രൊസസ്സർ. സോ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. പക്ഷേ ദ ലേറ്റസ്റ്റ് മൈക്രോ പ്രൊസസ്സർ ഇസ് ദ 14th ജനറേഷൻ കോർ പ്രൊസസ്സർ. അത് i7 ആയിക്കോട്ടെ, അതുപോലെ തന്നെ i9 ആയിക്കോട്ടെ, രണ്ടിനകത്തും ഈ 14th ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഹൈ എൻഡ് പ്രൊസസ്സർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് i9. പക്ഷേ എന്താ പറയുക, i7 എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഗുഡ് ഓപ്ഷൻ ആണ്. അതായത് ഗെയിമിങ്ങിനാണെങ്കിലും പ്രൊഡക്ടിവിറ്റിക്കാണെങ്കിലും 14th ജനറേഷൻ ഓഫ് i7 എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 14th ജനറേഷനെ നമ്മൾ മെറ്റീരിയൽ ലേക്ക് എന്നാണ് പറയുന്നത്. അത് ഈ കഴിഞ്ഞ 2023 ഒക്ടോബറിലാണ് റിലീസ് ചെയ്തത്. Now let's move to the next question. Java uses എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? കമ്പൈലേഷൻ ടെക്നിക് യൂസ് ചെയ്യുന്നില്ലേ? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് യൂസിങ് കമ്പൈലേഷൻ ടെക്നിക്. ഇന്റർപ്രിറ്റേഷൻ ടെക്നിക്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് യൂസിങ് ഇന്റർപ്രിറ്റേഷൻ ടെക്നിക് ആസ് വെൽ. സോ ഐ ക്യാൻ സേ ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ഈസ് റൈറ്റ്. ഇനി ജനറലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ജാവ യൂസസ് ബോത്ത് കമ്പൈലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ടെക്നിക്സ്. അതുകൊണ്ടാണ് അതിനെ നമ്മളൊരു ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബേസിക്കലി ജാവ പ്രോഗ്രാം അണ്ടർഗോ 2-step എക്സിക്യൂഷൻ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് കമ്പൈലേഷൻ തന്നെ. അതായത് നമ്മുടെ പക്കൽ ഒരു ജാവ സോഴ്സ് കോഡ് ഉണ്ട്. അതായത് .java എന്ന പേരിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയല്.
സോ ഞാൻ എൻ്റെ ഫയലിന് തന്നെ നെയിം കൊടുക്കുകയാണ്. file.java എന്ന പേരിൽ എനിക്കൊരു സോഴ്സ് കോഡ് ഉണ്ട്. ഫസ്റ്റ് ഇതിനെ എന്ത് ചെയ്യും, ജാവ സി എന്ന് പറയുന്ന ജാവ കമ്പൈലർ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ബൈറ്റ് കോഡാക്കി മാറ്റും. ബൈറ്റ് കോഡാക്കി മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഫയല് ഡോട്ട് ക്ലാസ് എന്ന പേരിൽ ഒരു ഫയൽ വേറെ ജനറേറ്റ് ചെയ്യും. ജാവ വിർച്വൽ മെഷീൻ എന്ത് ചെയ്യും, ഈ കിട്ടിയിട്ടുള്ള ക്ലാസ് ഫയൽ ഉണ്ടല്ലോ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് മെഷീൻ കോഡ് ആക്കിയിട്ട് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് എന്താ ജാവ യൂസസ് ബോത്ത് കമ്പൈലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ടെക്നിക്സ്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് പാരഗ്രാഫ് ടാഗ് അല്ലേ ഇത്. P tag in HTML is used for define paragraphs. ഓക്കെ, വേറെ ഒന്നിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്കറിയാം. ഓപ്ഷൻ എ ഡിഫൈൻസ് പാരഗ്രാഫ്. ഓക്കെ, P tag in HTML used to define paragraphs in a web page. ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലാങ്ക് സ്പേസ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ബ്ലാങ്ക് സ്പേസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. എവിടെയാണ് ഈ മാർജിൻ ആഡ് ചെയ്യുന്നത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പാരഗ്രാഫ് കണ്ടന്റ് ഫോർ ബെറ്റർ റീഡബിലിറ്റി. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ ബിക്ക് അത് ഡിഫൈൻ എ പാരാമീറ്റർ. പാരാമീറ്റർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന HTML ടാഗ് എന്ന് പറയുന്നത് param എന്ന് പറയുന്ന ടാഗ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ പാരാമീറ്റേഴ്സ് ഫോർ ഒബ്ജക്റ്റ് എലമെന്റ്സ് ഇൻ HTML. ഇനി നെക്സ്റ്റ് സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിഫൈൻസ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രീ എന്ന് പറയുന്ന ടാഗ് ആണ്. പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടെക്സ്റ്റ് വിത്ത് സ്പേസസ്, ലൈൻ ബ്രേക്സ് ആൻഡ് ഇൻഡന്റേഷൻ പ്രിസർവ്ഡ്. നമ്മളൊരു ഇൻഡന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈൻ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും വെബ് പേജിൽ കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പിന്നെ ഈ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് പ്രീ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻസ് പ്രോഗ്രസ് ഓഫ് എ ടാസ്ക്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഷോ ദ പ്രോഗ്രസ് ഓഫ് എ ടാസ്ക്. ലൈക്ക് നമ്മൾ ഫയലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് കാണിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ഈ പറയുന്ന പ്രോഗ്രസ് ടാഗ് എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ടാഗ് ഇൻ HTML? ആങ്കർ ടാഗ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ എ ഹൈപ്പർ ലിങ്ക്. ഈ എ ടാഗ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് HTML-നകത്ത്. അതുവഴി എന്താണ്, വി ക്യാൻ നാവിഗേറ്റ് ടു അതർ വെബ് പേജസ്. അല്ലെങ്കിൽ വിത്തിൻ ആ സെയിം പേജിലെ തന്നെ വെബ് പേജിലെ തന്നെ അത് സെക്ഷൻസിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സം ഇമെയിൽ അഡ്രസ്സസിലേക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വെബ്സൈറ്റ്സിലേക്കോ ഒക്കെ നാവിഗേറ്റ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന ആങ്കർ ടാഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു HREF എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ആണ്. HREF എന്ന് പറയുമ്പോൾ HREF എന്നല്ലേ നമ്മൾ ടാഗ് ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുക്കുക. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നുള്ളതിന്റെ ചുരുക്ക രൂപമാണ് ഈ HREF എന്ന് പറയുന്നത്. HREF ആട്രിബ്യൂട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ URL എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിഫൈൻ അബ്രിവിയേഷൻ, അതിനൊരു ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്, ABBR എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡിഫൈൻ അഡ്രസ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ് എന്ന പേരിൽ തന്നെ ഒരു ടാഗ് ഉണ്ട്. നൗ ഏരിയ ഡിഫൈൻ ചെയ്യാനായിട്ട് ഏരിയ എന്ന് പറയുന്ന ഒരു ടാഗ് തന്നെ ഉണ്ട്. ഓക്കെ, സോ ഈ A എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബേസിക്കലി ടു ഡിഫൈൻ a hyperlink. Now, next question. Garbage collection in Java programming is done by, very simple, Java virtual machine. Java virtual machine ആണ് അത് ചെയ്യുന്നത്. അതായത് Java garbage collection, GC. Okay, it's the process of automatically reclaiming memory occupied by objects that are no longer in use. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജാവ വിർച്വൽ മെഷീൻ, അതായത് JVM ആണ്. അതിനകത്താണ് ഈ പറയുന്ന ഗാർബേജ് കളക്ടർ ഉള്ളത്. ഈ ഗാർബേജ് കളക്ടർ എന്താ ചെയ്യുന്നത്, അൺയൂസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി എന്തുണ്ടാവും, മെമ്മറി ഫ്രീ അപ്പ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മെമ്മറി ലീക്സ് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. കമ്മിങ് ടു ദ റിമൈനിങ് ഓപ്ഷൻസ്, ജാവ കമ്പൈലർ, ജാവ സി അല്ലേ ജാവ കമ്പൈലർ എന്ന് പറയുമ്പോൾ, അതെന്തിനാ യൂസ് ചെയ്യുന്നത്, കമ്പൈൽസ് ജാവ സോഴ്സ് കോഡ് ടു ബൈറ്റ് കോഡ് ബട്ട് ഡസ് നോട്ട് മാനേജ് മെമ്മറി ഓർ ഗാർബേജ് കളക്ഷൻ. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ജാവ കമ്പൈലറിന്റെ കാര്യം.
ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലും അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ജാർ എന്ന് പറഞ്ഞാൽ എന്താ? ജാവ ആർക്കൈവ് ആണ്. ഓക്കെ, ഇതെന്താ സംഭവം? ഇറ്റ്സ് എ ഫയൽ ഫോർമാറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ജാവ ക്ലാസസ് ആൻഡ് മെറ്റാഡേറ്റ. ഇത് ഗാർബേജ് കളക്ഷൻ ഒന്നും പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമല്ല. സോ ഈ പറയുന്ന JVM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ. അത് ഓർത്ത് വെക്കുക കേട്ടോ. Let's move to the next question. Which data type that can be used to declare alphanumeric values in VB? Visual Basic അല്ലേ? The right answer is option C, string. അതായത് സ്ട്രിങ് എന്ന് പറയുന്ന കീവേഡ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ആൽഫ ന്യൂമറിക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഇതിന് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ളത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? ന്യൂമറിക്, നോട്ട് റൈറ്റ്. ന്യൂമറിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. പിന്നെ ദെൻ വരുന്നത് ഡബിൾ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. ദെൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ദർ ഇസ് നോ ടെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് ഇൻ വിഷ്വൽ ബേസിക്. ബൂളിയൻ എന്ന് പറയുന്നതും ഇൻകറക്റ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ക്യാൻ ഓൺലി സ്റ്റോർ ട്രൂ ഓർ false values. Okay, let's move to the next question. What is the use of mode operator in VB? മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്? ഒരു റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എന്താണോ അത് അങ്ങ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സിമിലർ പർപ്പസ് തന്നെയാണ് VBക്ക് അകത്തുള്ള മോഡ് ഓപ്പറേറ്ററും ചെയ്യുന്നത്. ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ റിമൈൻഡർ ആഫ്റ്റർ ഡിവൈഡിങ് വൺ നമ്പർ ബൈ അനദർ. So the right answer is option D, remainder of division. ഇനി ബാക്കിയുള്ളത് നോക്കി നോക്കൂ. VBക്ക് അകത്ത് എക്സ്പോണന്റ് എന്ന് പറയുന്നത്, എക്സ്പോണൻസിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് തന്നെ ഈ സിമ്പിൾ ആണ്. ഓക്കെ, മോഡല്ല. പിന്നെ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലേ, സെക്കൻഡ് ഓപ്ഷൻ ബിക്ക് അകത്ത് പറയുന്നത്, അത് ഫോൾസ് ആണ്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ സ്ലാഷ് യൂസ്, സാധാരണ ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷന്റെ കേസിൽ. ഇൻറ്റിജർ ഡിവിഷൻ ആണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ഡിവിഷൻ യൂസ് ചെയ്യാം. ഇനി ഇൻറ്റിജർ ഡിവിഷൻ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞത് ഈ സ്ലാഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വീഡിയോ. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് മെയിൻ ഫംഗ്ഷൻ ഇൻ CPP? നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇതെന്താണ് ആക്ച്വലി സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ ഒരു പ്രോഗ്രാമിന്റെ? പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും. CPP പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. എൻഡ് പോയിന്റ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, ഇതെപ്പോഴാണ്? ഈ മെയിൻ ഫംഗ്ഷന്റെ എൻഡിൽ എത്തുമ്പോഴാണ് എക്സിക്യൂഷൻ എൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് not relevant, that's not at all right. ഇനി none of the above, അത് ഒട്ടും ശരിയല്ല. ഓക്കെ, സോ ഹിയർ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെർ ഡേ 10 rupees എന്ന രീതിയിൽ മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് PDF ഫോമാറ്റിൽ അവൈലബിൾ ആണ്. വേണ്ടവർ വാട്സപ്പിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും കമൻസോ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.